Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഡിസ്പ്യൂട്ട് ഓവർ കുടുംബശ്രീ മണി. ഡിസ്പ്യൂട്ട് എന്നാൽ വഴക്ക് എന്നുള്ള അർത്ഥമാണ്. കുടുംബശ്രീയിൽ നിന്നും ലഭിച്ച പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം. ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ഹസ്ബൻഡ്സ് ഹാക്സ് 76-year-old വൈഫ് ടു ഡെത്ത്. ഹാക്ക് ടു ഡെത്ത് എന്നാൽ വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ള അർത്ഥമാണ്. ഹസ്ബൻഡ് ഹാക്ക് 76-year-old വൈഫ് ടു ഡെത്ത്. ഭർത്താവ് ഭാര്യയെ 76 വയസ്സ് പ്രായമുള്ള ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തുന്നു. സാധാരണയായിട്ട് പത്രങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. അതാണ് ഹാക്സ് എന്ന് എഴുതിയിട്ടുള്ളത്, കൊലപ്പെടുത്തുന്നു എന്നുള്ളത്. ഇവിടെ നമ്മളിത് കൊലപ്പെടുത്തി എന്ന് വായിക്കണം, പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇവിടെ ഇത് ഹാക്ഡ് എന്ന് വായിക്കണം. ഹസ്ബൻഡ് ഹാക്ഡ് 76-year-old വൈഫ് ടു ഡെത്ത്. 76 വയസ്സ് പ്രായമുള്ള ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. ആൻഡ് അതിനുശേഷം വെട്ടിക്കൊലപ്പെടുത്തി അറ്റംപ്റ്റ് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. അറ്റംപ്റ്റ് എന്നാൽ ശ്രമിക്കുക, സൂയിസൈഡ് എന്നാൽ ആത്മഹത്യ. ഇവിടെയും ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത്, അതാണ് അറ്റംപ്റ്റ്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇവിടെയും ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ശ്രമിച്ചു, അപ്പോൾ അറ്റംപ്റ്റഡ് സൂയിസൈഡ്, കൊലപ്പെടുത്തിയതിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. കുടുംബശ്രീയിലെ പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തർക്കം. അതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് ഭാര്യയെ 76 വയസ്സ് പ്രായമുള്ള ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയതിന് ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഇതാണ് തലക്കെട്ട്. കൊല്ലം ജില്ലയിലാണ് സംഭവം. ഹസ്ബൻഡ് ഹാക്ക്ഡ് ഹിസ് 76-year-old വൈഫ് ടു ഡെത്ത്. ഭർത്താവ് 76 വയസ്സ് പ്രായമുള്ള ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ഇൻ ഹെർ ബെഡ്റൂം, അവളുടെ ബെഡ്റൂമിൽ വച്ച്. ആഫ്റ്റർ, അതിനെ തുടർന്ന്, അതിനുശേഷമാണ് എ ഡിസ്പ്യൂട്ട് ഓവർ മണി, പണവുമായി ബന്ധപ്പെട്ട തർക്കം. അതിനെ തുടർന്നാണ് ഈ 76 വയസ്സ് പ്രായമുള്ള ഭാര്യയെ ഭർത്താവ് അവളുടെ ബെഡ്റൂമിൽ വച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. ദ ഡിസീസ്ഡ് ഈസ് ഓമന. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ വ്യക്തി എന്നുള്ള അർത്ഥമാണ്. മരിച്ചുപോയ വ്യക്തിയുടെ പേര് ഓമന എന്നാണ്. എ നേറ്റീവ് ഓഫ് ചിറട്ടക്കോണം വെട്ടിക്കവല. ചിറട്ടക്കോണം എന്നു പേരുള്ള ഈ സ്ഥലത്ത് വെട്ടിക്കവല എന്നു പേരുള്ള ഈ സ്ഥലത്തുള്ള സ്വദേശിയാണ് ഈ മരണപ്പെട്ടിട്ടുള്ള ഓമന. ദ ഹസ്ബൻഡ് കുട്ടപ്പൻ, ഭർത്താവായിട്ടുള്ള കുട്ടപ്പൻ 78 വയസ്സ് പ്രായമുള്ള ഭർത്താവായിട്ടുള്ള കുട്ടപ്പൻ വാസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു ബൈ ദ കൊട്ടാരക്കര പോലീസ്. കൊട്ടാരക്കര പോലീസിനാൽ ഈ 78 വയസ്സ് പ്രായമുള്ള ഭർത്താവായിട്ടുള്ള കുട്ടപ്പൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. കുട്ടപ്പനെ കൊട്ടാരക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ദി ഇൻസിഡൻറ്റ്, ഈ സംഭവം സംഭവിച്ചത് ആഫ്റ്റർ മിഡ്നൈറ്റ് ഓൺ വെൻസ്ഡേ, ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ഈ സംഭവം സംഭവിച്ചത്. കുട്ടപ്പൻ ആൻഡ് ഓമന, കുട്ടപ്പനും ഓമനയും വേർ സ്റ്റേയിങ്, താമസിക്കുകയായിരുന്നു. സ്റ്റേ എന്നാൽ താമസിക്കുക. കുട്ടപ്പൻ ആൻഡ് ഓമന വേർ സ്റ്റേയിങ്, കുട്ടപ്പനും ഓമനയും താമസിക്കുകയായിരുന്നു. ഇൻ ദ ഫാമിലി ഹോം, അവരുടെ കുടുംബ വീടിൽ താമസിക്കുകയായിരുന്നു. വിത്ത് ദയർ യങ്ങർ ഡോട്ടർ സ്വപ്ന, അവളുടെ യങ്ങർ എന്ന ഇളയ, ഡോട്ടർ എന്ന് വെച്ച മകള്, അവരുടെ ഇളയ മകളായിട്ടുള്ള സ്വപ്നയുടെ കൂടെ കുട്ടപ്പനും ഓമനയും താമസിക്കുകയായിരുന്നു. രണ്ടുപേരും പോയി ടു ദ ബെഡ്റൂമിലേക്ക് പോയി. ടു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടി. അറ്റ് നൈറ്റ്, രാത്രിയിൽ രണ്ടുപേരും ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് പോയി. വെൻ ദേ വേർ ലേറ്റ് ഓപ്പണിംഗ് ദ ഡോർ ഇൻ ദ മോർണിംഗ്. ലൈറ്റ് എന്നാൽ വൈകുക എന്നുള്ള അർത്ഥം. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദേ വേർ ലേറ്റ് ഓപ്പണിംഗ് ദ ഡോർ, അവർ വാതിൽ തുറക്കാൻ വൈകിയപ്പോൾ, ആ സമയത്ത്. ഇൻ ദ മോർണിംഗ്, രാവിലെ അവർ വാതിൽ തുറക്കാൻ സമയം വൈകിയപ്പോൾ, ആ സമയത്ത്.
സ്വപ്ന, മകളായിട്ടുള്ള സ്വപ്ന. നോക്ക്ഡ് ഓൺ ദ ഡോർ. നോക്ക് എന്നാൽ ഇവിടെ മുട്ടുക എന്നുള്ള അർത്ഥമാണ്. സ്വപ്ന നോക്ക്ഡ്, സ്വപ്ന മുട്ടി ഓൺ ദ ഡോർ, ഡോറിൽ സ്വപ്ന മുട്ടി. അവർ വാതിൽ തുറക്കാൻ വൈകിയപ്പോൾ. ഇറ്റ് വാസ് ഓൺലി വെൻ, ആ സമയത്ത് മാത്രമാണ്. ഷീ ഓപ്പൺ ദ ഡോർ ദാറ്റ് വാസ് അൺലോക്ക്ഡ് ദാറ്റ് ഷീ കെയിം ടു നോ അബൌട്ട് ദ ബ്രൂട്ടൽ മർഡർ. ബ്രൂട്ടൽ മർഡർ എന്നാൽ ക്രൂരമായിട്ടുള്ള കൊലപാതകം. കെയിം ടു നോ എന്നാൽ അറിഞ്ഞു എന്നുള്ള അർത്ഥം. ഷീ കെയിം ടു നോ, അവൾ അറിഞ്ഞത് എന്നുള്ള അർത്ഥമാണ്. അൺലോക്ക്ഡ് എന്നാൽ തുറന്നപ്പോൾ, തുറക്കപ്പെട്ടപ്പോൾ. വാസ് അൺലോക്ക്ഡ്, തുറക്കപ്പെട്ടപ്പോൾ. ആ വാതിൽ തുറക്കപ്പെട്ടപ്പോൾ മാത്രമാണ്, ആ സമയത്ത് മാത്രമാണ് സ്വപ്ന അറിഞ്ഞത് ഈ ക്രൂരമായിട്ടുള്ള കൊലപാതകത്തെക്കുറിച്ച്. ഓമനാസ് ബോഡി, ഓമനയുടെ മൃതദേഹം വാസ് ലെയിങ്, കിടക്കുകയായിരുന്നു. ഓൺ ദ ഫ്ലോർ, തറയിൽ ഓമനയുടെ മൃതശരീരം കിടക്കുകയായിരുന്നു. ബേത്ത് ഇൻ പൂൾ, ബ്ലഡിൽ കുളിച്ച നിലയിൽ. ബെയ്ത്ത് എന്നാൽ കുളിച്ച നിലയിൽ. ബ്ലഡിൽ രക്തത്തിൽ കുളിച്ച നിലയിൽ ഓമനയുടെ മൃതദേഹം തറയിൽ കിടക്കുകയായിരുന്നു. കുട്ടപ്പൻ വാസ് സിറ്റിംഗ്, കുട്ടപ്പൻ ഇരിക്കുകയായിരുന്നു. ഓൺ ദ ബെഡ്, കിടക്കയിൽ. കുട്ടപ്പൻ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു. ആഫ്റ്റർ ദ മർഡർ, കൊലപാതകത്തിന് ശേഷം കുട്ടപ്പൻ കിടക്കയിൽ ഇരിക്കുകയായിരുന്നു. കുട്ടപ്പൻ ഹാഡ് ട്രൈഡ്, കുട്ടപ്പൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ടു ഹാങ് ഹിംസെൽഫ്, ഹാങ് എന്നാൽ തൂങ്ങി മരിക്കുക എന്നുള്ള അർത്ഥം. ഹാങ് ഹിംസെൽഫ് എന്നാൽ സ്വയം തൂങ്ങി മരിക്കുക, ആത്മഹത്യ ചെയ്യുക. കുട്ടപ്പൻ ഹാഡ് ട്രൈഡ് ടു ഹാങ് ഹിംസെൽഫ്, കുട്ടപ്പൻ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ടൈങ് എ റോപ്പ് ടു ദ ഫാൻ, ടൈ എന്നാൽ കെട്ടിക്കൊണ്ട്, ഒരു ഫാനിൽ കയർ, റോപ്പ് എന്നാൽ കയർ, ഫാനിൽ ഒരു കയർ കെട്ടിക്കൊണ്ട് അതിൽ തൂങ്ങി മരിക്കാൻ കുട്ടപ്പൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ കൊലപാതകം ചെയ്തതിന് ശേഷം. കൊട്ടാരക്കര പോലീസ്, ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്സ്, വിരലടയാള വിദഗ്ധരും കൊട്ടാരക്കര പോലീസും ആൻഡ് ഫോറൻസിക് അതോറിറ്റീസ്, ഫോറൻസിക് അധികാരികളും റീച്ച്ഡ് എത്തി ദ സ്പോട്ട് എന്നാൽ സംഭവസ്ഥലത്തേക്ക് കൊട്ടാരക്കര പോലീസും വിരലടയാള വിദഗ്ധരും ഫോറൻസിക് അതോറിറ്റികളും എത്തി. ആൻഡ് എത്തിയതിനു ശേഷം കളക്റ്റഡ് ശേഖരിച്ചു എവിഡൻസ് എന്നാൽ തെളിവ്. കൊട്ടാരക്കര പോലീസും വിരൽ അടയാള വിദഗ്ധരും ഫോറൻസിക് അതോറിറ്റികളും ആ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്ന് തെളിവുകൾ ശേഖരിച്ചു. കുട്ടപ്പൻ വാസ് പ്രൊഡ്യൂസ്ഡ്, കുട്ടപ്പനെ ഹാജരാക്കി. ഇൻ കോർട്ട്, കോടതിയിൽ. ആൻഡ് റിമാൻഡ്, എന്നിട്ട് റിമാൻഡ് ചെയ്തു. കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ദ ബോഡി വാസ് ക്രിമേറ്റഡ്, ക്രിമേറ്റ് എന്നാൽ ശവദാഹം നടത്തുക എന്നുള്ള അർത്ഥം, ദഹിപ്പിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ദ ബോഡി വാസ് ക്രിമേറ്റഡ്, ബോഡി ദഹിപ്പിച്ചു, ശവദാഹം നടത്തി. ഇൻ ദ ഹൗസ് കോമ്പൗണ്ട്, ഈ വീട്ടുവളപ്പിൽ വച്ച്. ആഫ്റ്റർ ദ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഈ മൃതദേഹം വീട്ടുവളപ്പിൽ ശവദാഹം നടത്തി. അതർ ചിൽഡ്രൻ, മറ്റുള്ള കുട്ടികൾ, ഈ മകളായിട്ടുള്ള സ്വപ്ന കൂടാതെ മറ്റുള്ള കുട്ടികൾ ആരൊക്കെയാണ്? ദിനേശൻ, ദീപ, ഹരിദാസൻ, ഇവരൊക്കെയാണ്. ഇൻലോസ് എന്നാൽ വിവാഹശേഷം ഉള്ള ബന്ധങ്ങൾ, അതിലുള്ള ബന്ധങ്ങൾ ഇതൊക്കെയാണ്. ശ്യാമള, ഹരി, ആത്മ, മധു, ഈ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ മുമ്പ് പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഭർത്താക്കന്മാരും അതുപോലെ ഭാര്യമാരൊക്കെ ആയിട്ടുള്ളവർ. ഓമന എ കാഷ്യൂ വർക്ക്, ഈ കശുമാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഓമന. വാസ് എ മെമ്പർ ഓഫ് കുടുംബശ്രീയിലെ ഒരു അംഗമാണ് ഈ മരണപ്പെട്ട ഓമന. ഓമന ലെൻഡ് എന്നാൽ അർത്ഥം വായ്പ നൽകുക എന്നുള്ള അർത്ഥം, പണം വായ്പ നൽകുക. ബോറോ എന്നാൽ വായ്പ വാങ്ങുക, കടം വാങ്ങുക, ബോറോ. അതിൻ്റെ വിപരീതമാണ് ലെൻഡ്, പണം കടം കൊടുക്കുക. ഓമന കടം കൊടുത്തു. ദ റുപ്പീസ് 18,000 ഷീ റിസീവ്ഡ് ഫ്രം കുടുംബശ്രീ ടു സംവൺ എൽസ്.
ടു സംവൺ എൽസ് എന്നാൽ മറ്റൊരാൾക്ക് എന്നുള്ള അർത്ഥമാണ്. ഷീ റിസീവ്ഡ് എന്നാൽ അവൾ സ്വീകരിച്ച പണം 18,000 രൂപ. ഫ്രം കുടുംബശ്രീ എന്നാൽ കുടുംബശ്രീയിൽ നിന്നും. ഓമനക്ക് കുടുംബശ്രീയിൽ നിന്നും ലഭിച്ചിട്ടുള്ള 18,000 രൂപ വേറെ ഒരാൾക്ക്, ടു സമ്മൺ എൽസ് മറ്റൊരാൾക്ക് ഓമന കടം നൽകി. ആ പണവുമായി ബന്ധപ്പെട്ടിട്ടാണ് തർക്കം ഉണ്ടായത്. ദ ടു രണ്ടുപേരും, ഈ ഭർത്താവും ഭാര്യയും, ദ ടു രണ്ടുപേരും ആർഗ്യൂഡ് തർക്കിച്ചു. സെവറൽ ടൈംസ് ഒരുപാട് പ്രാവശ്യം ഇവർ രണ്ടുപേരും വഴക്കിൽ ഏർപ്പെട്ടു. ഓൺ ദ ഡേ ഓഫ് ദി ഇൻസിഡൻറ്റ്, ഈ സംഭവ ദിവസം ഒരുപാട് സമയങ്ങളിലായിട്ട് ഇവർ തർക്കത്തിൽ ഏർപ്പെട്ടു. ഓവർ ഹൂ ഷീ ലെൻഡ് ദ മണി ടു, ആ സ്ത്രീ പണം മറ്റൊരാൾക്ക് കടം കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടിട്ട് അന്നത്തെ ദിവസം ഒരുപാട് പ്രാവശ്യം അവർ തർക്കത്തിൽ ഏർപ്പെട്ടു. ദേ ഈവൻ ഫോട്ട് ഇൻ ദ ബെഡ്റൂം അറ്റ് നൈറ്റ്. ഈവൻ എന്നാൽ പോലും എന്നുള്ള അർത്ഥമാണ്. ദേ ഈവൻ ഫോട്ട്, അവർ തർക്കത്തിൽ ഏർപ്പെട്ടു. ഇൻ ദ ബെഡ്റൂം അറ്റ് നൈറ്റ്, അന്ന് ദിവസം രാത്രി ബെഡ്റൂമിൽ വച്ച് പോലും അവർ വഴക്കിൽ ഏർപ്പെട്ടു. ഫോട്ട് എന്നാൽ വഴക്കിൽ ഏർപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. ഫൈറ്റ് എന്നാൽ വഴക്കിൽ ഏർപ്പെടുക അല്ലെങ്കിൽ അടിപിടി കൂടുക, ഇതൊക്കെയാണ് അർത്ഥം. ഫോട്ട് എന്നാൽ അടിപിടി കൂടി അല്ലെങ്കിൽ വഴക്കിട്ടു, ഇതൊക്കെയാണ് അർത്ഥം. അവർ രണ്ടുപേരും അന്നത്തെ ദിവസം ബെഡ്റൂമിൽ വച്ച് പോലും വഴക്കിൽ ഏർപ്പെട്ടു. കുട്ടപ്പൻ ടോൾഡ് ദ പോലീസ്, കുട്ടപ്പൻ പോലീസിനോട് പറഞ്ഞു. ദാറ്റ് ഹീ ദെൻ, അതിനുശേഷം, ഈ വഴക്കിൽ ഏർപ്പെട്ടതിന് ശേഷം, ഹീ ദെൻ സ്ലാഷ്ഡ്, അദ്ദേഹം പിന്നീട്, സ്ലാഷ് എന്നാൽ ഛേദിക്കുക എന്നുള്ള അർത്ഥമാണ്. സ്ലാഷ്ഡ് ഛേദിച്ചു. ഓമനാസ് നെക്ക്, നെക്ക് എന്നാൽ കഴുത്ത്, ഓമനയുടെ കഴുത്ത് അദ്ദേഹം ഛേദിച്ചു. വിത്ത് എ മെഷറ്റി, മെഷറ്റി എന്നാൽ വടിവാൾ എന്നുള്ള അർത്ഥമാണ്. ഒരു വടിവാൾ കൊണ്ട് അദ്ദേഹം, ഈ കുട്ടപ്പൻ ഓമനയുടെ കഴുത്ത് ഛേദിച്ചു. എറൗണ്ട് മിഡ് നൈറ്റ്, ഏകദേശം അർദ്ധരാത്രിയിൽ, അർദ്ധരാത്രി സമയത്ത് ഒരു വടിവാൾ കൊണ്ട് കുട്ടപ്പൻ ഓമനയുടെ കഴുത്ത് ഛേദിച്ചു. ഹീ സ്ലാഷ്ഡ്, അദ്ദേഹം ഛേദിച്ചു. ഹെർ നെക്ക്, അവളുടെ കഴുത്ത് 3 times, 3 പ്രാവശ്യം അവളുടെ കഴുത്ത് ഛേദിച്ചു. ദ മെഷറ്റി വാസ് റിക്കവേർഡ്, ഈ വടിവാൾ കണ്ടെടുത്തു. ബൈ ദ പോലീസ്, പോലീസിനാൽ ഈ വടിവാൾ കണ്ടെടുക്കപ്പെട്ടു. പോലീസ് ഈ വടിവാൾ കണ്ടെടുത്തു.